السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇപ്പോഴുള്ള ഈ മാസം റബീഉൽ അവ്വൽ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 മാസങ്ങളിൽ പരിശുദ്ധമായ മാസമെന്ന് നമ്മെ പഠിപ്പിച്ചത് 4 മാസങ്ങളെക്കുറിച്ചിട്ടാണ്. അൽ അഷ്ഹുറുൽ മുഹറം എന്നറിയപ്പെടുന്നത് സഹോദരങ്ങളെ 4 മാസമാണ്. 3 മാസങ്ങൾ തുടരെയുള്ള മാസങ്ങളാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും 3 തുടരെ വരുന്ന മാസങ്ങളാണ്. എങ്കിൽ 4ാമത്തെ യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസം എന്ന് പറയുന്നത് റജബ് മാസമാണ്. പിന്നീട് സഹോദരങ്ങളെ, അമലുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവും പകലുകളുമുള്ളത് റമളാൻ മാസത്തിലാണ്. ആ മാസത്തിൻ്റെ പോരിശയെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതിനു പുറമെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ച ഒരു മാസം എന്ന് പറയുന്നത് ശഅബാൻ മാസമാണ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ അവിടുന്ന് പോരിശ പറഞ്ഞ മാസങ്ങളിലൊന്നും തന്നെ റബീഉൽ അവ്വൽ മാസമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നത് പുണ്യ റബീഇന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടുകളിൽ ആളുകൾ ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആഘോഷങ്ങളും പല ഇബാദത്തുകളും ആരംഭിക്കുകയും അങ്ങനെ അതിൽ സജീവമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. മൗലിദുൻ നബവി എന്നറിയപ്പെടുന്ന ഈ ദിവസത്തിന് സഹോദരങ്ങളെ, ഇവർ ഈ പറയുന്നത് പോലെയുള്ള യാഥാർത്ഥ്യമുണ്ടോ? മുസ്ലിമീങ്ങളെല്ലാവരും ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട, ആ രൂപത്തിലുള്ള വ്യത്യസ്ത ഇബാദത്തുകൾ നിർവഹിക്കേണ്ട ഒരു ദിവസമാണോ ഇത്? നമ്മൾ പരിശോധിക്കേണ്ട, പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആനും സുന്നത്തും തങ്ങളുടെ ദീനിൻ്റെ തെളിവുകളായി കാണുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിൻ്റെ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം സംസാരിച്ചത് കാണാൻ സാധിക്കും. ആ സംസാരങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നമുക്ക് നിയോഗിച്ചു നൽകി എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ഇതാ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ, ഒരു റസൂലിനെ നിയോഗിച്ചുകൊണ്ട് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ആ റസൂൽ അവർക്ക് അല്ലാഹുവിൻ്റെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ അവരെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും അവർ അതിനു മുമ്പ് വലിയ വഴികേടിലായിരുന്നു എന്നാണ്. അപ്പം അല്ലാഹു തആല
അവൻ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് നബിയായി നിയോഗിച്ച് നൽകി എന്നുള്ളത്. അപ്പം ആ അനുഗ്രഹത്തെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അമ്പിയാക്കളുടെ പിതാവെന്നറിയപ്പെടുന്ന അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഞാൻ എന്ന് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വബഅസ് ഫീഹിം അവരിൽ നീ നിയോഗിക്കണമേ, റസൂലൻ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള, ആ മക്കക്കാരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്നും അല്ലാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നബി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദ്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ അത് ധാരാളക്കണക്കിനാണ്. 1 or 2 ക്ലാസ്സുകളൊന്നും നമുക്കതിന് മതിയാവുകയില്ല. ആ പദവികളിൽ ഏറ്റവും വലിയൊരു പദവിയായി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് നൽകുന്ന ഒരു പദവിയെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. അസ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം നിർവഹിക്കാൻ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. താങ്കൾക്ക് മഖാമുൻ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കും, ആ സ്ഥാനം താങ്കൾക്ക് ആ സ്ഥാനം നിയോഗിച്ചേക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഏതാണ് ആ സ്ഥാനം? നാളെ അംബിയാ മുർസലീങ്ങളെല്ലാവരും തന്നെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഇങ്ങനെ വിചാരണ കാത്തു നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ അംബിയാ മുർസലീങ്ങളുടെ അടുക്കലേക്ക് പോകുകയാണ്. ഈ വിചാരണ ഒന്ന് ആരംഭിക്കണം. സ്ഥലക്ക് തൊട്ടുമുകളിൽ 1 മൈലപ്പുറത്ത് സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്നുണ്ട്. പ്രയാസം കൊടുമ്പിരി കൊള്ളുകയാണ്. എങ്ങനെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹ്ശറയുടെ ഭൂമിയിൽ വെച്ച് വിചാരണ ആരംഭിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അമ്പിയാക്കളോട് അവർ പറഞ്ഞു നോക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിചാരണ ആരംഭിക്കാൻ പറയാൻ. പക്ഷെ അവർക്കാർക്കും അതിന് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ ഉദ്റുകൾ അവർ പറയുകയാണ്. ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതൊരു ഉദ്റായി അവർ പറയുകയാണ്, ഞങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന് അവർ പരാതി പറയുകയാണ്. പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആളുകൾ എത്തുന്നു. അങ്ങനെ അവിടുന്ന് ജനങ്ങളുടെ ആവശ്യം സ്വീകരിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പോയി ധാരാളമായി സുജൂദ് ചെയ്യുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്തുത്യർഹമായ സ്ഥാനം അവിടെ നൽകുകയാണ്. മറ്റൊരാൾക്കും ലോകത്ത് വെച്ചൊരാൾക്കും സാധിക്കാത്തതായ ആ സ്ഥാനം അല്ലാഹു തആല ലോകരുടെ മുന്നിൽ വെച്ച് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുകയാണ്. അതാണ് മഖാമൻ മഹ്മൂദ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ആ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വശരീരത്തെക്കാളും അവൻ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന കാര്യം. ഒരിക്കൽ മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളെ എനിക്കെല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്. എൻ്റെ ജീവൻ മാറ്റി നിർത്തിയാൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരം അങ്ങാണ് എന്ന് മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമുക്കറിയാം സഹാബിമാർ എത്രമാത്രം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അവരുടെ ജീവൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവർ ത്യജിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ സ്നേഹമറിയിക്കാൻ വന്നതായിരുന്നു സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമറിനോട് പറഞ്ഞിട്ടുള്ളത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അവൻ
തൻ്റെ മാതാപിതാക്കളെക്കാൾ, തൻ്റെ സന്താനങ്ങളെക്കാൾ, അല്ല മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, എങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തെക്കാൾ എല്ലാത്തിനേക്കാളും എനിക്ക് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പ്രിയങ്കരനായിട്ടുള്ളത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമർ ഇപ്പോഴാണ് നിൻ്റെ വിശ്വാസം ശരിയായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വശരീരത്തെക്കാളും സ്നേഹിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മൾ സ്വശരീരത്തെക്കാൾ നമുക്ക് സ്നേഹിക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കാരണം സ്നേഹം എന്ന് പറയുന്ന കാര്യത്തിന് സഹോദരങ്ങൾ, അത് മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അൽ മഹബ്ബ എന്ന് പറയുന്നത് നമ്മുടെ ഖൽബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വ്യക്തമായ അടയാളമാണ് നമ്മൾ ആ ആൾ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുമെന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വ്യക്തമായ അടയാളമാണ് ആ റസൂലിൻ്റെ കൽപ്പന നമ്മൾ അതുപോലെ അനുസരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയില്ല, നമ്മളതിനെ മാറ്റിവെക്കും. അള്ളാഹിൻ്റെ റസൂല് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്യാൻ പാടില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ജീവിതത്തിലുടനീളം അവൻ അനുസരിക്കുന്നതാണ്. അതാണ് ആ റസൂലിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് ഇറക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ ആയത്തുൽ ഇംതിഹാൻ, പരീക്ഷണത്തിൻ്റെ ആയത്ത് എന്ന് വിശേഷിപ്പിച്ച ഒരായത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആയത്ത്? അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബി അവരോട് ചോദിക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നതാണ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്ന് പറയുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവരോട് ആ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അത് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇഷ്ടം എന്ന് പറയുന്നത് അത് കേവലം നാവ് കൊണ്ട് പറയാനുള്ളതല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ വ്യക്തി പറയുന്നത് നീ അനുസരിക്കും, അപ്പോഴാണ് നീ അയാളെ ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഹോദര, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളയുന്നവനാകാൻ പാടില്ല. അവിടുത്തെ വിലക്കുകളെ മാനിക്കാതെ കാറ്റിൽ പറത്തുന്നവനാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിലക്ക് നിന്റെ കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണ്. നിന്റെ കച്ചവടം വളരെ ലാഭകരമായ ഒരു രീതി നിനക്കറിയാം. അപ്പോഴാണ് നീ അറിയുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിലക്കുണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താണ് ചെയ്യുക? അവൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കിന് വില നൽകും. എത്ര വലിയ ലാഭം അവന് നഷ്ടമായാലും, എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം അവന് കൈയൊഴിയേണ്ടി വന്നാലും റസൂലുള്ളാഹിൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ അവനൊരിക്കലും തയ്യാറാവുകയില്ല. ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഹോദരങ്ങളെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് കേവലം നമ്മുടെ മനസ്സുകൊണ്ട്, കേവലം നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കാനുള്ളതല്ല. മറിച്ച് അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ഒരു കാര്യത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്ന് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല.
നോക്കൂ സഹോദരങ്ങൾ, ഈ ആയത്തിനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവെ അദ്ദേഹത്തിന് ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം, അതിൻ്റെ തഫ്സീർ നീ പഠിപ്പിച്ചു കൊടുക്കണമേ എന്നുള്ളത്. അദ്ദേഹത്തിന് ആ അറിവ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഖുർആനിൻ്റെ ഓരോ ആയത്തിൻ്റെയും മുറാദ് എന്താണ്, ഉദ്ദേശം എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്ന സ്വഹാബിമാരിൽ ഒരാളായി തീരാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായി മഹാനായ ഇബ്നു ജരീർ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്ന് പറഞ്ഞാൽ ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, ഖുർആനിനും സുന്നത്തിനും എതിരാകാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഖുർആനിനും സുന്നത്തിനും എതിരാകുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ ദുരന്തമാണ് ബിദ്അത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലാത്ത, അല്ലാഹു തആല ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം അത് ദീനാണെന്ന് പറയുകയും ആചരിക്കുകയും ചെയ്യുക എന്നതാണ് ബിദ്അത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യം നമ്മുടെ സ്വഹാബികൾക്കറിയില്ല, മുൻഗാമികൾക്കറിയില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഒരാൾ പിൽക്കാലത്ത് വന്നുകൊണ്ട് ഇത് ദീനാണെന്ന് പറഞ്ഞ് ആചരിക്കുക എന്നുള്ളത് അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ ബിദ്അത്തുകൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടക്കലാണ്. അള്ളാഹു തആല ഖുർആനിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടൊരാൾ പുതിയൊരു കാര്യം കൊണ്ടുവന്നിട്ട് അതിനേക്കാളും വലിയ ഹിദായത്തിൻ്റെ മാർഗമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന് മുൻകടന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായ വഴിയിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഞാൻ വളരെ പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ് നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്. അതിൻ്റെ രാവ് പോലും പകല് പോലെയാണ്, അതിൽ കൂരിരുട്ടുകളില്ല, സംശയത്തിന് സാധ്യതകളില്ല, അത്രയും കൃത്യമായ കാര്യം. അങ്ങനെയുള്ള വ്യക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ദീനിൽ പിന്നീട് ഒരാൾ പുതിയ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടിയാൽ സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്ന് പ്രവർത്തിക്കലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ആയത്തിൻ്റെ തഫ്സീർ അതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സഹോദരങ്ങളെ, ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഇപ്പോൾ ഇതാ പുതിയ പുതിയ ആചാരങ്ങൾ ആളുകൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടിൽ പോലും ആളുകൾ അത് കടത്തിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ദീനാണെന്ന് പറയുകയാണ്. സഹോദരങ്ങൾ, അതെല്ലാം ബിദ്അത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത, അള്ളാഹു നീയന് പ്രവർത്തിച്ചാൽ അത് സ്വീകരിക്കാത്ത ബിദ്അത്തുകളാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ബിദ്അത്ത് എന്ന് പറയുന്നത്? ഒരാൾ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബികൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ദീനായി ആചരിക്കലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്. ഫീ അംരിനാ ഹാദാ, ഹാദ എന്ന് പറയുന്നത് ഒരു കാര്യം, നിലവിലുള്ളൊരു കാര്യത്തിനാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഈ ദീനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിൽ ആരെങ്കിലും പുതുതായി ഒന്ന് കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ലൈസ മിൻഹു, അതിലില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതായിട്ട് അതിലൊന്നും തന്നെ ഇല്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അതിൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ഹദീസിലും ഒരുപോലെ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇല്ലാത്ത കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളുമെന്നുള്ള കാര്യം ഈ രണ്ട് ഹദീസിലും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് ഹദീസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ഹദീസിൽ ബിദ്അത്തുകൾ ഒരാൾ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഞാനോ നിങ്ങളോ പുതിയതായൊരു കർമ്മം ഉണ്ടാക്കുകയാണ്, പുതുതായി ഒരു നിസ്കാരം ഉണ്ടാക്കുകയാണ്, പുതിയൊരു നോമ്പുണ്ടാക്കുകയാണ്, പുതിയൊരു ദിക്റും ദുആയും ഒക്കെ ഇല്ലാത്ത രൂപത്തിൽ പ്രത്യേക എണ്ണവും വണ്ണവും ഒക്കെ നിശ്ചയിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്, ഫഹുവ റദ്ദുൻ. എന്നൊരാൾ പറയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതാരെയോ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്, കാരണവന്മാരായി ആചരിച്ചു പോകുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞാനത് പ്രവർത്തിക്കുകയേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ പറഞ്ഞവൻ രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. മൻ അമില അമലൻ, ഏത് അമലാകട്ടെ ഒരാൾ ചെയ്തു, ലൈസ അലൈഹി അംറുന, അതിലാണ് അടിവരയിടേണ്ടത്, അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇല്ല എങ്കിൽ അതാണ് മാനദണ്ഡം, ഫഹുവ റദ്ദുൻ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ ഫഹുവ മഖ്ബൂൽ, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. കൽപ്പന ഇല്ല എന്നുള്ളതാണ്
തള്ളപ്പെടാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങളും പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ധാരാളം ചേരിതിരിവുകളും വ്യത്യസ്ത കക്ഷികളും ആശയങ്ങളുമായി അവർ പിരിഞ്ഞു പോകുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് 73ഓളം കക്ഷികളാകുമെന്നും ആ കക്ഷികളിൽ ഒരു വിഭാഗം ഒഴികെ മുഴുവൻ വിഭാഗവും നരകത്തിലേക്കായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രയാസം നിറഞ്ഞ രോഗാതുരമായ ഈ അവസ്ഥയിൽ എന്താണ് അതിനുള്ള മരുന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അലൈക്കും ബിസുന്നതി ഫഅലൈക്കും ബിസുന്നതി. ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ പിൻപറ്റണം. ജനങ്ങൾ വ്യത്യസ്ത കാര്യങ്ങൾ ആശയങ്ങൾ പറയുന്ന സമയത്ത്, വ്യത്യസ്ത ആദർശങ്ങൾ പറയുന്ന സമയത്ത്, ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നവർ പറയുന്ന സമയത്ത് ഫഅലൈക്കും ബിസുന്നതി, ശരി മനസ്സിലാക്കാനുള്ള മാർഗനിർദ്ദേശമാണ് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ പിൻപറ്റുക. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ ആ വിഷയത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് നോക്കുക, സ്വഹാബികൾ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ ചര്യ പിൻപറ്റണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾക്ക് പിൻപറ്റാൻ യോഗ്യരായിട്ടുള്ള അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളായ ഖുലഫാഉർ റാഷിദീൻ, സച്ചരിതരായ മാർഗനിർദ്ദേശികളായ സ്വഹാബത്ത്, അവരെ നിങ്ങൾ പിൻപറ്റുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഇത്തരം ഫിത്ന നിറഞ്ഞ, സന്ദേഹങ്ങൾ നിറഞ്ഞ, ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മാർഗം പിടിക്കേണ്ട വിധം തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരും. ആ സമയത്ത് നമ്മളിങ്ങനെ അഴകുഴമ്പന്മാരായി പോയാൽ പോരാ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ശരിക്ക് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പഠിക്കണം. കാരണം അത് പഠിക്കാതെ അതല്ലാത്ത മാർഗങ്ങളിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞല്ലോ, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, എൻ്റെ സുന്നത്തിലോ എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിലോ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാരണം പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ദീനിൻ്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണ്, അതിൽ ബിദ്അത്ത് അല്ലാത്ത കാര്യമില്ല. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയ ബിദ്അത്തുകളെല്ലാം തന്നെ ളലാലത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു ബിദ്അത്ത് നല്ലതാണ്, ബിദ്അത്തുൻ ഹസനയുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, സ്വഹാബികളുടെ വാക്കുകളിൽ അത് കാണാൻ സാധിക്കുകയില്ല എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ശൂറയിൽ 21-ാമത്തെ ഒരായത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ പുതുതായി ശരീഅത്തുകൾ കൊണ്ടുവന്നിട്ട്, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ കൊണ്ടുവന്നിട്ട് അത് ശരീഅത്തായി വെക്കുന്ന നിശ്ചയിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അം ലഹും ശുറകാ, അവർക്ക് അള്ളാഹു അല്ലാത്ത ചില പങ്കുകാരുണ്ടോ? എന്താണ് പറയാൻ കാരണം ശറഉ ലഹും മിനദ്ദീൻ, അവർ ചില കാര്യങ്ങൾ ശരീഅത്തായി കൊണ്ടുവരുന്നു, മതനിയമങ്ങളായി കൊണ്ടുവരുന്നു. മാ ലം യഅ്ദൻ ബിഹില്ലാ, അള്ളാഹു തആല അത്തരത്തിലൊരു കാര്യം മതത്തിൽ നിശ്ചയിക്കാൻ ഒരു അനുമതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലൊരു കാര്യം നിയമമായി നിശ്ചയിക്കാതിരുന്ന ഒരു കാര്യത്തെ മറ്റൊരാൾ കൊണ്ടുവന്ന് അത് പുതുതായി കൊണ്ടുവരുന്നു, അത് ദീനാണെന്ന് പറയുന്നു. അപ്പോൾ പ്രശ്നമുള്ള കാര്യം പുതുതായി കൊണ്ടുവരുന്നത് മാത്രമല്ല, അത് ദീനാണെന്ന് വാദിക്കുമ്പോഴാണ്. കാരണം പുതുതായി പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്, പക്ഷേ ഒരാളത് ദീനാണെന്ന് പറയുമ്പോൾ ഇത് ആചരിക്കേണ്ടതാണ്, ഇത് ഇബാദത്തായി സ്വീകരിക്കേണ്ടതാണ്, ഇത് ചെയ്താൽ പുണ്യമുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ശരീഅത്തിൽ ഇല്ലാത്തതാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശരീഅത്ത് നിശ്ചയിച്ചു തരാൻ, ദീനിൻ്റെ നിയമങ്ങൾ നിശ്ചയിച്ചു തരാൻ അള്ളാഹുവിന് പുറമെ വല്ല പങ്കുകാരുമുണ്ടോ? അള്ളാഹു തആല മാത്രമാണ് ശാരിഅ,
ദീനിൽ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ടത് അള്ളാഹു താലയാണ്. അള്ളാഹുവാണ് നമ്മെ പടച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് അമ്പിയാക്കൾ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി അള്ളാഹു താല നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകന് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അവർക്ക് ഹിദായത്തിന് വകയായിട്ടുള്ള ഖുർആൻ ആ പ്രവാചകന് വഹിയായി നൽകിയിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയുണ്ട്. അതിലെല്ലാ ശരീഅത്തും അടങ്ങിയിട്ടുണ്ട്. അതിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നിട്ട് ഇത് ദീനാണെന്ന് വാദിക്കുന്നുവോ, അങ്ങനെ വാദിക്കുന്നവൻ നിങ്ങൾക്ക് വല്ല പങ്കുകാർ വേറെയുണ്ടോ? നിങ്ങൾക്ക് വേറെ വഹി ഇറങ്ങാനുണ്ടോ? അല്ലാഹു തആല സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾക്ക് വേറെ പങ്കുകാരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ആയത്ത് ബിദ്അത്ത് ഹറാമാണ് എന്നതിനുള്ള തെളിവ് പിടിച്ചത് കാണാൻ സാധിക്കും. ബിദ്അത്തുകൾ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്നുള്ളതിന് തെളിവായി അവർ ഈ ആയത്തിനെ സഹോദരങ്ങളെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ മുൻഗാമികളുടെ വാക്കുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. ബിദ്അത്തുകളെക്കുറിച്ച്, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സച്ചരിതരായ സഹാബിമാർ മുതൽ താബിഈങ്ങൾ മുതൽ അഇമ്മത്ത് വരെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവർ കൃത്യമായി ബിദ്അത്തുകളെ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഹാബികൾ ബിദ്അത്തുകളെക്കുറിച്ച് ഇത്ര ശക്തമായി പറയാൻ കാരണം അവരങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്തെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ ഓരോ പ്രാവശ്യവും ഖുത്ബ നിർവഹിക്കുന്നതിന് വേണ്ടി കയറിയാൽ അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താണ്? വശറൽ ഉമൂർ മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും വഴികേടിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അവിടുന്ന് ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് ബിദ്അത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം. അതുകൊണ്ട് സഹാബികളിൽ പലരും ആ വിഷയം അവരെ കണ്ടുമുട്ടിയ ആളുകളോട് പറയുമായിരുന്നു എന്നാണ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഊ, നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾക്ക് പിൻപറ്റാനുണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, നിങ്ങൾക്ക് പിൻപറ്റാനുണ്ട് അള്ളാഹുവിൻ്റെ കിതാബ്, നിങ്ങൾക്ക് പിൻപറ്റാനുണ്ട്. വലാ തബ്തദിഊ, നിങ്ങൾ ബിദ്അത്തുകൾ കൊണ്ടുവരാൻ പാടില്ല, പുതുതായി ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയായതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ സഹോദരങ്ങളെ ഒരാൾ പഠിക്കുകയാണ് എങ്കിൽ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ സുന്നത്തുകൾ പഠിക്കുക. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ എത്ര സുന്നത്തുകളാണ് നമുക്കുള്ളത്. നിർബന്ധമായതും ചെയ്താൽ പുണ്യം കിട്ടുന്നതുമായ കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്ന സുന്നത്തുകൾ എത്രയാണുള്ളത്. ഫഖദ് കുഫീതും, അത് നമുക്ക് മതിയായതാണ്. അതൊരാൾ ചെയ്യാൻ പരിശ്രമിച്ചാൽ അവന് അത് തന്നെ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതിലേതെങ്കിലുമൊക്കെ ചിലത് ഒഴിഞ്ഞു പോകും. പിന്നെയാണ് ബിദ്അത്തുകൾ എന്തിനാണ്? പൂർണ്ണതയില്ലാത്ത കാര്യത്തിനാണ് ബിദ്അത്ത്. ഈ ദീൻ പൂർണ്ണതയുള്ള ദീനാണ്, മനോഹരമായ ദീനാണ്. ഇതിൽ പുതിയതായ കാര്യങ്ങൾ ആവശ്യമില്ല. അള്ളാഹിൻ്റെ റസൂലിന് അറിയാത്തൊരു കാര്യം നീ കൊണ്ടുവരേണ്ടതില്ല. സഹാബത്തിന് അറിയാത്ത ഒരു കാര്യം നീ കൊണ്ടുവരേണ്ടതില്ല. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അതുകൊണ്ട് ഉള്ള സുന്നത്ത് നിനക്ക് മതി. ഫഖദ് കുഫീതും, അതിൽ ധാരാളക്കണക്കിനുണ്ട്, അതിൽ ഇല്ലാത്ത കാര്യമില്ല. നമ്മൾ പഠിക്കാത്ത കുറവേ ഉള്ളൂ. ധാരാളക്കണക്കിന് സുന്നത്തുകളുണ്ട് അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഒരാൾ ഇരുന്നാൽ അവന് ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, അവന് നിസ്കാരങ്ങളുണ്ട്. ഫജറിന് മുമ്പുണ്ട് നിസ്കാരം, ഫജറിന് ശേഷം ദിക്റുകളുണ്ട്, ശേഷം ദുഹാ നിസ്കാരമുണ്ട്, ളുഹർ നിസ്കാരമുണ്ട്. അതിനിടയിലൊക്കെ ദിക്റുകൾ സഹോദരങ്ങളെ എത്ര നമുക്ക് ചൊല്ലാം, എത്ര സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മളായിട്ട് പുതിയതായ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. നോക്കൂ, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് നമുക്ക് വലിയ ഉപകരിക്കുന്ന കാര്യമാണ്. കാരണം ആളുകളിൽ പലരും ബിദ്അത്ത് നല്ലതാണ്, അതിങ്ങനെ നല്ല ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ്, നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. വ ഇൻ റആഹൻ നാസു ഹസന, ജനങ്ങളത് നന്മയായി കണ്ടാലും, അല്ലെ, ജനങ്ങൾ നന്മയായി കണ്ടിട്ടാണ് പല ബിദ്അത്തുകളും ചെയ്യുന്നത്. പക്ഷേ കുല്ലു ബിദ്അത്തും ളലാല, ഒരു ബിദ്അത്തും ദലാലത്തല്ലാത്ത ഹിദായത്തിൻ്റെ വഴിയിലേക്കില്ല. കാരണം ബിദ്അത്തിൻ്റെ വഴികളെല്ലാം ദലാലത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹവും ആവർത്തിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, മഹാനായ അൽ ഇമാം മാലിക്, ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെട്ടിട്ടുള്ള ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം എന്താണ് ബിദ്അത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്?
സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഇവിടെയുള്ള ബിദ്അത്ത് ചെയ്യുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരാണ്. ഇമാം മാലിക് റഹിമഹുള്ളയെ അംഗീകരിക്കാത്ത മുസ്ലിമീങ്ങളില്ല. മുസ്ലിമീങ്ങളുടെ ഇമാമാണ്. അദ്ദേഹം ബിദ്അത്തിൻ്റെ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവരികയാണ്, യറാഹ ഹസന, വാക്ക് ശ്രദ്ധിക്കണം, യറാഹ ഹസന, അവൻ നല്ലതായിട്ടാണ് കൊണ്ടുവരുന്നത്. ബിദ്അത്ത് കാണുന്നവൻ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, ദുആയാകട്ടെ, എന്താകട്ടെ നല്ലതായിട്ടാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്ന നല്ല ചിന്തയോടുകൂടി കൊണ്ടുവരുന്നവൻ യഥാർത്ഥത്തിൽ എന്താണ് അവൻ്റെ അവസ്ഥ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖദ് ഖാന റിസാല, അവൻ വാദിച്ചിരിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. നഊദു ബില്ലാഹ്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? ഈ കടുത്ത വാക്ക് അത്തരക്കാർക്ക് നേരെ അദ്ദേഹം തിരിച്ചുവിടാൻ കാരണം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ലി അന്ന അല്ലാഹു തആല യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇന്നേ ദിവസം ദീൻ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫമാ ലക്കും യൗമ ഇദിൻ ദീൻ ഫലാ യകുനുൽ യൗമ ദീന, കാരണം അന്ന് ദീനായ കാര്യം ഇനി പിന്നീട് ദീനാവുകയില്ല. അപ്പോൾ ഒരാൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം, ഒരു പുതിയ ബിദ്അത്ത്, അത് നബിദിനാഘോഷമാകട്ടെ, മാല മൗലൂദുകളാകട്ടെ, മറ്റ് ഹദ്ദാദുകളാകട്ടെ, റാത്തീവുകളാകട്ടെ, ഏതാകട്ടെ, ഈ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഈ ബിദ്അത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നോ ഇല്ലേ? അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സാധിക്കും. നബിദിനം ഒരു ഖൈറായ കാര്യമാണ് എങ്കിൽ, റാത്തീബ് കഴിക്കുക, ഹദ്ദാദ് കഴിക്കുക പോലെയുള്ളത് നന്മയുള്ളൊരു കാര്യമായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പുണ്യമാണെന്ന് അറിഞ്ഞിരുന്നോ ഇല്ലേ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഇവർക്കാണ് അറിവ് എന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദീനിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വരിയെങ്കിലും എനിക്കറിയാമെന്ന് ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ അവസ്ഥ? അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും എനിക്ക് അറിവുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്കാണ് അള്ളാഹു തആലയെ ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവൻ ഞാനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഒരാൾ പറയുകയാണ് റസൂലിനെ അറിയാത്തൊരു നന്മ, അത് വലിയൊരു നിസ്കാരമാവണ്ട, ഒരു ദിവസം മുഴുനീളമുള്ള പരിപാടിയാകണ്ട, ഒരു ചെറിയ ദിക്ർ എനിക്കറിയാം, എനിക്ക് ചെറിയ ഇൽഹാമ് കിട്ടിയിട്ടുണ്ട്, ആ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കും എന്നൊരാൾ വാദിക്കുകയാണ്. ത്വരീഖത്തിൻ്റെ ഒരു ഷെയ്ഖ് വാദിക്കുകയാണ്. എന്താണ് അവൻ പറയുന്നത്? റസൂലിനെ അറിയാത്തൊരു ഖൈർ ഇവനുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. അതല്ല എങ്കിൽ അവൻ എന്ത് പറയേണ്ടി വരും? റസൂലിനെ അറിയാമായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യമുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മത്തിന് ഇത്രയും ഉപകരിക്കുന്ന ഈ ഖൈർ അറിഞ്ഞിട്ട് അത് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ? അതല്ല. ഇമാം മാലിക് റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ ഖിയാനത്ത് കാണിച്ചോ, വഞ്ചന കാണിച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ? നഊദു ബില്ലാഹ്. ഇവർക്ക് എന്താണ് മറുപടി പറയാനുണ്ടാവുക? വഞ്ചന കാണിച്ചു എന്ന് ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകി എന്ന് പറഞ്ഞ് ആ സഹാബത്ത് ഒന്നടങ്കം അതിന് സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ്. അതിലാർക്കും സംശയമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യങ്ങളും സഹോദരങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എന്താണ് അതിന് കാര്യം വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തരാതെ മറച്ചു വെച്ചു എന്നിവർ പറയുന്നുണ്ട് എങ്കിൽ അത് വലിയ കുഫ്റിൻ്റെ വാക്കാണ്. ഇനി എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് അടുത്ത ചോദ്യം, എവിടെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്ന ആ ഖൈർ എവിടെ? നബിദിനത്തിനെ കുറിച്ച് പറഞ്ഞ, അതിൻ്റെ പോരിശയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് എവിടെ? അരവാക്കെവിടെ? കാണാൻ സാധിക്കുകയില്ല. മാല മൗലൂദുകളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച അരവാക്കെവിടെ? ഒന്നും കാണാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നബിദിനം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിദ്അത്തുകൾ കൊണ്ടുവരുന്ന ആളുകൾ അവർ അറിയാതെ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നുകിൽ ഈ ഖൈർ അറിയില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖൈറിനെ മറച്ചു വെച്ചു എന്ന് പറയേണ്ടി വരും. ഈ രണ്ടാലൊരു കാര്യം പറയേണ്ടി വരും. അതൊരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരു നബിയും കടന്നുപോയിട്ടില്ല, ഇല്ലാ കാന ഹഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും, അവർക്കറിയുന്ന മുഴുവൻ നന്മകളും ഉമ്മത്തിന് എത്തിച്ചു നൽകുക എന്നത് അവർക്ക് ബാധ്യതയായിട്ടല്ലാതെ. എല്ലാ നബിമാരും അള്ളാഹു സുബ്ഹാനഹു വ തആല
എത്തിച്ചു കൊടുത്ത മുഴുവൻ നന്മയും ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം മാർഗമുണ്ടോ അതിനെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടല്ലാതെ എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും എത്തിച്ചു തന്നിട്ടുണ്ട്. ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കുക. സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. ഈ കാര്യങ്ങളിലൊന്നും തന്നെ നബിദിനം കഴിക്കുക എന്ന് വന്നിട്ടില്ല. ബിദ്അത്തുകളായ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ബിദ്അത്തുകൾ നബിദിനം ആചരിക്കലാകട്ടെ, മാല മൗലൂദുകൾ കഴിക്കലാകട്ടെ, ഇത് നമ്മളെ സ്വർഗത്തിലേക്ക് ഒരിട്ടടുപ്പിക്കുകയില്ല, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയുമില്ല. തിരിച്ചാണ് ഉണ്ടാകുക. സ്വർഗം നിഷിദ്ധമാകുകയും നരകത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ബിദ്അത്തുകൾ ഉണ്ടാവുക. കാരണം ബിദ്അത്തുകൾ കുല്ലു ബിദ്അത്തുൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ളലാലത്തുകളും നരകത്തിലേക്കാണ് എന്നാണ്. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങൾ, ഈ ബിദ്അത്തുകളെ തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, കരുതിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഓരോ വർഷവും പുതുതായി പല തെറ്റിദ്ധാരണകളും ആളുകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഉമ്മത്തിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നബിദിനം കഴിക്കുന്നത് തെറ്റല്ല, ഇങ്ങനെയില്ലേ അങ്ങനെയില്ലേ എന്ന് പറഞ്ഞ് വ്യത്യസ്ത രൂപത്തിലുള്ള ശുബഹത്തുകൾ, സന്ദേഹങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ വ്യക്തമായ അതിൻ്റെ രാവ് തന്നെ പകലുപോലെ പ്രകാശമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഈ ബിദ്അത്തുകളെ നേരിടാനുള്ള രക്ഷാമാർഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഏത് ബിദ്അത്തുകളാകട്ടെ, നബിദിനമെന്നല്ല, ഏത് ബിദ്അത്തുകളാകട്ടെ, ഇപ്പോൾ നിലവിലുള്ളതാകട്ടെ, കാലഹരണപ്പെട്ടു പോയതാകട്ടെ, ഇനി വരാനിരിക്കുന്നതാകട്ടെ, ഏത് ബിദ്അത്തുകളാകട്ടെ, നമുക്കത് ബിദ്അത്തുകളാണോ അല്ലേ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യമാണ് സഹോദരങ്ങളെ, ബിദ്അത്തുകളെയും മസാലിഹൽ മുർസലകളെയും വേർതിരിച്ചു മനസ്സിലാക്കുക എന്ന കാര്യം. എന്താണ് അൽ മസാലിഹുൽ മുർസല? അറബി വാക്കാണ്, പലർക്കും അറിയുകയുണ്ടാവുകയില്ല. മസാലിഹുൽ മുർസല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് സഹോദരങ്ങൾ, അത് ദീനിന് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ്. ദീനിൻ്റെ പൊതു താല്പര്യങ്ങളോട് യോജിക്കുന്ന ചില കാര്യങ്ങളാണത്. ആ കാര്യം ചെയ്യാൻ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയോ, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാതിരിക്കുകയോ ചെയ്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പക്ഷേ ആ കാര്യം ചെയ്യാനുള്ള ആവശ്യം പിന്നീട് വരുമ്പോൾ സഹാബികളത് ചെയ്തു, താബിഈങ്ങളത് ചെയ്തു, ശേഷക്കാരവർ ചെയ്തു. അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ ആളുകൾ മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമായി ഉപയോഗിക്കുന്നു. ഇതിനാണ് അൽ മസാലിഹുൽ മുർസല എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നാം ഈ ഉള്ള മസ്ജിദ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളതുപോലെ നിലത്ത് മണലും മുകളിൽ ഈന്തപ്പന ഓലയും മറ്റുമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മസ്ജിദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, മഴ പെയ്താൽ അത് ചോർന്നൊലിക്കുന്ന നെറ്റിത്തടങ്ങളിൽ സുജൂദ് ചെയ്താൽ ചളി പുരളുന്ന മസ്ജിദുകളായിരുന്നു. കാരണം അന്ന് അങ്ങനെയാണ് മസ്ജിദുകളുടെ അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പല രൂപത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു, പല രൂപത്തിലുള്ള സൗകര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾ പിന്നീട് ഈന്തപ്പന ഓല കൊണ്ട് തന്നെ മസ്ജിദ് ഉണ്ടാക്കണമെന്ന് മുസ്ലിമീങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ദീനല്ല, അങ്ങനെയല്ല ദീൻ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഓരോ കാലത്തിന് യോജിക്കുന്ന രൂപത്തിൽ, നല്ല രൂപത്തിലുള്ള മസ്ജിദുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ആളുകൾ മൺകട്ടകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്, കരിങ്കല്ലുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺക്രീറ്റുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം എളുപ്പങ്ങളുണ്ടോ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ടോ, അതൊക്കെ വരുന്ന സമയത്ത് അതുകൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബിദ്അത്തെന്ന് ആരും പറയുകയില്ല. കാരണം ഒന്നാമത് ഈ പറയുന്ന കല്ലുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരാൾ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മസ്ജിദ് ഉണ്ടാക്കുക എന്ന ഇബാദത്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതിന് മെറ്റീരിയൽ ഇന്നത് വേണം എന്നതിൽ ആരും പ്രത്യേകിച്ച് ഇബാദത്ത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള സഹായകമാകുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ കാണുന്ന മൈക്ക് പോലെ, ഇത് നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ലൗഡ് സ്പീക്കർ പോലെ, നിങ്ങൾ ഈ പ്രസംഗം കാണുന്ന നിങ്ങളുടെ മൊബൈൽ പോലെ, അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു കാണാൻ ഉപയോഗിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്കുള്ളതുപോലെ ഇതൊന്നും റസൂലുള്ളാഹിൻ്റെ കാലത്തില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിക്കുക, വാങ്ക് വിളിച്ചാൽ ഒരുപാട് പരിധിയിൽ എത്തിക്കുക എന്നൊക്കെയുള്ള ആവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവിടുന്ന് അത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ കയറിയിട്ടാണ് ബാങ്ക് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് മൈക്കുണ്ട്, ഇതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വിളിച്ചാൽ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തും. അതാണ് ദീനിൻ്റെ താല്പര്യം. പത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ബിദ്അത്ത് എന്നാരും പറയുകയില്ല. അതിനാണ് അൽ മസാലിഹ് അൽ മുർസല എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾക്ക് മുസ്ഹഫുകൾ ഇന്ന് 30 ജുസ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ ഒക്കെ കയ്യിലുണ്ട്. മസ്ജിദുകളിലൊക്കെയുള്ള കാര്യമാണ് 30 ജുസ് ഉള്ള മുസ്ഹഫുകൾ. അതങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ മസ്ജിദ് നബവിയിൽ അട്ടിയായി നമ്മൾ ഇന്ന് മസ്ജിദ് നബവിയിൽ കാണുന്നത് പോലെ മുസ്ഹഫുകൾ 30 ജുസ് ആയി ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് ക്രോഡീകരിക്കാതിരുന്നത്? പണ്ഡിതന്മാർ അത് വ്യക്തമാക്കി. അന്ന് അങ്ങനെ ഒരു ആവശ്യം നിലനിന്നിരുന്നില്ല. ഒന്നാമത് ഖുർആൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണ്. രണ്ടാമത് സഹാബികൾക്ക് അവരിൽ ബഹുഭൂരിപക്ഷവും ഖുർആൻ കേൾക്കുന്ന മുറക്ക് ഹിഫ്ളാക്കുന്ന ആളുകളാണ്, മനഃപ്പാടമാക്കുന്ന ആളുകളാണ്. അവരിൽ പലരും വ്യത്യസ്ത രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കല്ലിലും ഈന്തപ്പന ഓലയിലും ഒക്കെ എഴുതി വെച്ച ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല. അവരിൽ പല മനഃപ്പാടമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ചരിത്രത്തിൽ കേട്ടതുപോലെ 70ഓളം കാരികൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് ദീൻ പഠിക്കാൻ വിട്ടുതരണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിട്ടുകൊടുക്കുകയാണ്. ചതിച്ചുകൊണ്ട് 70ഓളം സഹാബികളെ കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നീട് വ്യത്യസ്ത യുദ്ധങ്ങളിലും ഒരുപാട് ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളുകൾ, അവർ മുജാഹിദുകളാണ്, യുദ്ധം ചെയ്യുന്നവരാണ്, കൊല്ലപ്പെടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം വരുന്ന സമയത്ത് മഹാനായ ഉമറുൽ ഖത്താബ് അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് അവസാനം ശേഷക്കാർക്ക് ഖുർആൻ പൂർണ്ണ രൂപത്തിൽ കിട്ടാത്ത അവസ്ഥ വരുമോ? കാരണം ആളുകൾ മനഃപ്പാടം വരുത്തുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഭരണാധികാരിയോട് പോയി പറയുകയാണ്. ഇവർ രണ്ടുപേരും കൂടി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുമായി ശൂറ കൂടുകയാണ്. അദ്ദേഹം മദീനയിലെ പണ്ഡിതനാണ്. അങ്ങനെ സഹാബികൾ സഹോദരങ്ങളെ ഖുർആൻ മുസ്ഹഫ് ക്രോഡീകരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ മസാലിഹുൽ മുർസല എന്നാണ് പറയുക. കാരണം ഇത് ദീനിൻ്റെ താല്പര്യം തന്നെയാണ്. ദീനിൻ്റെ താല്പര്യം തന്നെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. അന്ന് അതിനുള്ള ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. പിന്നീട് അതിൻ്റെ ആവശ്യം വന്നു, അല്ലേ? നമുക്ക് ഖുർആനിൽ നമ്മളിന്ന് കാണുന്നത് പോലെയുള്ള ഹറക്കത്തുകൾ, ഫത്ഹും കസ്റും ഒക്കെ അന്നുണ്ടായിരുന്നോ? ഇല്ല. അന്ന് ആളുകൾക്ക് അറബി ഭാഷ നന്നായി അറിയാമായിരുന്നു, നഹ്വ് അറിയാമായിരുന്നു, സർഫ് അറിയാമായിരുന്നു, അറബി ശുദ്ധമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു. അവർക്കത് ഖുർആൻ തെറ്റാതെ വായിക്കാൻ സാധിക്കും. പിൽക്കാലത്ത് അത് എഴുതാനുള്ള ഹറക്കത്ത് ഇടാനുള്ള കാരണം എന്താണ്? അജമികൾ, അറബികളല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. ആളുകൾക്ക് അറബി ഭാഷ അറിയില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും ഖുർആൻ ആയത്തുകളൊക്കെ തെറ്റായി ഓതാനൊക്കെ തുടങ്ങി. അങ്ങനെ നഹ്വിൻ്റെ നിയമങ്ങൾ, ഗ്രാമറിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിനനുസരിച്ചിട്ടൊക്കെ ഹറക്കത്തുകൾ കൃത്യമായി കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ മസാലിഹുൽ മുർസലയാണ് സഹോദരങ്ങളെ. ഇതൊക്കെയാണ് മസാലിഹുൽ മുർസല എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെയാണ് മൗലൂദ് കഴിക്കൽ, നബിദിനം കഴിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് അന്നും ഉള്ള കാര്യമല്ലേ? നബിദിനം കഴിക്കാനുള്ള ആവശ്യം, അത് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുക. അത് ചെയ്യാൻ യാതൊരു തടസ്സവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. അല്ല, അങ്ങനെയുള്ളൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സഹാബികളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. മഹാനായ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചപ്പോൾ അവിടെ ചില ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. അതിലൊരു നേതാവുണ്ട്. അയാൾ ബാക്കിയുള്ളവരോട് പറയുന്നത്, കബ്ബിറൂ മിഅ, നിങ്ങൾ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയുക. അങ്ങനെ എല്ലാവരും ഓരോ കല്ലിങ്ങനെ എടുത്തു വെച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. പിന്നെ പറയുന്നു സബ്ബിഹൂ മിഅ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക. ഓരോരുത്തരും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ഏറ്റവും അഫ്ളലായ സദഖകളായി രേഖപ്പെടുത്തുന്ന ദിക്റുകളാണത്. പിന്നീട് ഹല്ലിലൂ മിഅ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ നിധികളാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകൾ അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം കണ്ടപ്പോൾ ഇതൊരു പതിവില്ലാത്ത കാര്യമായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ സഹാബികളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് ഈ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ട്. കാരണം സഹാബി ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം അറിയിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ആരാണ് ഈ കൂട്ടർ? അവർ ചെയ്യുന്ന
നന്മകൾ പാഴാകുകയില്ല എന്ന് ഞാൻ ജാമ്യം നൽകാം. അവരിപ്പോൾ അവരുടെ തിന്മകൾ എണ്ണിക്കൊള്ളട്ടെ, തിന്മകൾ അവർ എണ്ണിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം മസ്ജിദിലേക്ക് വരികയും ചെയ്യുകയാണ്. മസ്ജിദിൽ വന്നിട്ട് അവിടെ കൂട്ടം കൂടിയിരിക്കുന്ന ഈ ആളുകളോട് അദ്ദേഹം വന്ന ഉടനെ ചോദിച്ചു, മഹാദല്ലദീ അറാക്കും തസ്നഊൻ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കാണുന്നുണ്ട് ഈ ആളുകൾ ദിക്ർ ചൊല്ലുകയാണ്. അദ്ദേഹം അതിനെ ഇൻകാർ ചെയ്തുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, യാ അബ അബ്ദുറഹ്മാൻ ഹസ നഉദ്ദു ബിഹ തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്. ഇതാ കല്ലുകളാണ്, ഞങ്ങൾ തക്ബീർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ഇതൊക്കെയുള്ളൂ ചെയ്യുന്നു എന്നവർ പറയുകയാണ്. നോക്കൂ സഹാബി എന്താണ് പറഞ്ഞത്? നല്ലതല്ലേ, തുടർന്നോളൂ, നിങ്ങൾ വലിയൊരു ഹൽക്കുണ്ടാക്കിക്കോളീൻ, കുറച്ച് ആളുകളും കൂടി കൂട്ടിക്കോളി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിൻ്റെ ഉമ്മത്തിന് നാശം, മാ അസ്റ ഹലകതകും ഹൗലായി സഹാബത്തു നബീക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, നിങ്ങളിത് എത്ര പെട്ടെന്നാണ് നശിച്ചിരിക്കുന്നത്. സഹാബികൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വേഗത്തിലേക്കാണ് നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. വഹാദിഹി സിയാബുഹു ലം തബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അത് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അവിടുത്തെ പാത്രങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞ് ഒരുപാടൊന്നും ആയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങളിങ്ങനെ നാശത്തിലേക്ക് പോകുകയാണോ എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം നോക്കണം, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളെ, അദ്ദേഹം അത്ര ഗൗരവമുള്ള സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ ഈ രൂപത്തിൽ സത്യം ചെയ്യാറുണ്ട്. എൻ്റെ നഫ്സ് ഉടമപ്പെടുത്തുന്നവനായ എൻ്റെ റബ്ബ്, ഇതാ ഞാൻ ഈ പറയാൻ പോകുന്നത് തെറ്റാണെങ്കിൽ, കളവാണെങ്കിൽ അവനത് ഏറ്റെടുത്തുകൊള്ളട്ടെ. അത്ര ഗൗരവത്തിനാണ് ശേഷം പറയുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അ മുഫ്തതിഹു ബാബൽ വലാല, നിങ്ങളിപ്പോഴുള്ള ഈ മാർഗം എന്ന് പറയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനേക്കാളും വലിയ ഹിദായത്തിലുള്ള സന്മാർഗത്തിലുള്ള മാർഗമാണോ? ഔ മുഫ്തതിഹു ബാബൽ വലാല, അല്ല നിങ്ങൾ ദലാലത്തിന് വഴി തുറക്കുകയാണോ? സഹോദരങ്ങൾ, ആരോടാണ് ചോദിച്ചത്? മസ്ജിദിൽ ഇരുന്നു കൊണ്ട് മദ്യപിക്കുന്നവരോടല്ല, ഗീബത്ത് പറയുന്നവരോടല്ല, നമീമത്ത് പറയുന്നവരോടല്ല, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ചർച്ചകളിൽ മുഴുകിയ ആളുകളോടല്ല ഈ സംസാരിച്ചിട്ടുള്ളത്, ദിക്ർ ചൊല്ലിയ ആളുകളോടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ദലാലത്തിൻ്റെ വഴികേടിൻ്റെ വാതിൽ തുറക്കുന്നതായിട്ട് പഠിപ്പിച്ചത്? കാരണം അതൊരു ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദിക്ർ ചൊല്ലാനുള്ള ആവശ്യമില്ലേ? ഉണ്ട്. അങ്ങനെ കൂടിയിരുന്ന് കൂട്ടം കൂടി ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിനും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ? സാധിക്കുമായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ മൗലിദുൻ നബവിയുടെ കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം, അവിടത്തോട് കാണിക്കേണ്ട കൂറ്, എല്ലാ കാര്യങ്ങളും അന്നുണ്ട്, സഹാബികൾക്കു ആ കാര്യമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, അവരാരും ഒരു ചെറിയ ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു കൊടുത്തിട്ടെങ്കിലും, അല്ലെങ്കിൽ അതിലുള്ളൊരു ചീള് കൊടുത്തിട്ടെങ്കിലും അവരൊരു സദക്ക ആ വിഷയത്തിൽ ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ ഒരു ദാനം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം പ്രമാണിച്ചിട്ട് അങ്ങനെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് വേണ്ട കാര്യമാണ്. ഉടൻ തന്നെ ഈ ആളുകൾ പറഞ്ഞു, വല്ലാഹി യാ അബ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞങ്ങൾ ഖൈറേ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം ദിക്റുകളാണ് ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറാണ് ഇത് പറയുന്ന എല്ലാവരും ഖൈറാണ് ഉദ്ദേശിക്കുകയുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി, വകം മിൻ മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബ, എത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഖൈറാണ് എന്ന് പറയുന്നവരൊക്കെ മഹാനായ സഹാബിയുടെ വാക്കുകൾ കേട്ടെ, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, എത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, അവർക്കത് ലഭിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടും, ലഭിക്കുകയില്ല, നമ്മൾ കാണുകയില്ല. ഈ ചെയ്ത ദിക്റുകൾ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന നബിദിനത്തിന് വേണ്ടി പോരിശ പാടുന്ന മൗലൂദുകൾ, അതിനുവേണ്ടി നിങ്ങൾ പായസം വിതരണം ചെയ്യുന്നത്, മധുരപലഹാരം വിതരണം ചെയ്യുന്നത്, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് രാത്രിയും പകലും അധ്വാനിച്ചുകൊണ്ട് രാവ് മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന ഈ ഖൈറുകൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ലൻ യുസീബഹു, നിങ്ങൾ കിട്ടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത പുതു നിർമ്മിതികളാണ്, അത് വലാലത്താണ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, സഹോദരങ്ങളെ, നിങ്ങൾ മസാലിഹുൽ മുർസലയും അതുപോലെ തന്നെ ബിദ്അത്തിനെയും ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആളുകൾ പറയും ഇത് ബിദ്അത്തുകളെ ന്യായീകരിക്കാൻ വേണ്ടി അത് മൈക്ക് പോലെയാണ്, അത് കാറ് പോലെയാണ്. അല്ല, ഇതൊന്നും ഇബാദത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അസുന്നത്തു തർക്കിയ എന്ന് പറയും. എന്താണ് സുന്നത്തു തർക്കിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ചെയ്തത് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് പോലെ തന്നെ അവിടുന്ന് ഉപേക്ഷിച്ച കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതാണ് അസുന്നത്തു തർക്കിയ എന്ന് പറയുന്നത്. ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സംശയങ്ങൾ ഉണ്ടാക്കുകയും വ്യത്യസ്ത തെളിവുകൾ പിടിച്ച് ഇതൊക്കെ നബിദിനത്തിലുള്ള തെളിവാണെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഖായിദ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ അതിനെല്ലാം പൊളിക്കാൻ മാത്രം അഹ്ലുസുന്നത്തിൻ്റെ കയ്യിലുള്ള വജ്രായുധമാണ് ഈ അസുന്നത്തു തർക്കിയ എന്ന് പറയുന്ന കാര്യം. കാരണം സുന്നത്തു തർക്കിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഖുർആനിലോ സുന്നത്തിലോ പൊതുവായി വന്നിട്ടുള്ള പല തെളിവുകളുണ്ടാകും. പക്ഷേ ആ തെളിവുകൾ എങ്ങനെ മനസ്സിലാക്കണം, അത് ചെയ്യേണ്ടത് തന്നെയാണോ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുക. പൊതുവായി അങ്ങനെ ഒരു തെളിവുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് അസുന്നത്തു തർക്കിയാണ്, ഉപേക്ഷിക്കേണ്ട സുന്നത്താണ്, ചെയ്യേണ്ട സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി ഒന്നൊരു കാര്യത്തെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ യുക്തിവാദമല്ല, നമ്മളായത്തുകൊണ്ട് നമ്മളെ തലേന്ന് പറയാം ഇതുകൊണ്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ്, അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിച്ച് ദീനാചരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുർക്കും. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, ദിക്ർ ചെയ്യുക. ഖുർആനിൽ ദിക്ർ ചൊല്ലാനുള്ള പ്രോത്സാഹനമാണ് ഫദ്കുറൂനി. അല്ലെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുക, അദ്കുർക്കും. അള്ളാഹു അതിനുള്ള പ്രതിഫലം നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് ഓർക്കുന്നതാണ്, അവർക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഷാ നിയമപ്രകാരം ആളുകൾ വഞ്ചിക്കാറുണ്ട് ജനങ്ങളെ. ഫദ്കുറൂനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദിക്ർ ചൊല്ലുക എന്നാണ്. ഫദ്കുറു എന്ന് പറയുമ്പോൾ അവിടെ വാവുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനമാണ്. അല്ലേ, ഒരാളോടാണെങ്കിൽ കൂട്ടമായി ദിക്ർ ചൊല്ലാൻ കൂടിയിരുന്ന് ദിക്ർ ഹൽക്കകൾ ഉണ്ടാക്കാൻ പാടില്ല എങ്കിൽ, ദിക്ർ മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നെങ്കിൽ നബി സല്ലല്ലാഹു തആല ഫദ്കുർനി എന്ന് പറയണം. ഇവിടെ ഫദ്കുറൂനി എന്നാണ് പറഞ്ഞത്, ബഹുവചനമാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും ശരിയാണ്. ചിലപ്പോൾ കുറച്ചൊക്കെ മദ്രസയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സർഫിൻ്റെ കിതാബ്, അറബി കിതാബൊക്കെ പഠിച്ച സാധുക്കളായ ആളുകളും വിചാരിക്കും, വിദ്യാർത്ഥികളൊക്കെ വിചാരിക്കും ശരിയാണ്, ഉസ്താദ് പറയുന്നത് ശരിയാണ്. കാരണം ഭാഷാ നിയമപ്രകാരം വദ്കുറു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ദിക്ർ ചൊല്ലുക എന്ന് തന്നെയാണ്, ഒറ്റക്കൊറ്റക്കേ പാടുള്ളൂ. എന്നാണെങ്കിൽ ഫദ്കുർനി എന്ന് പറയണമായിരുന്നു എന്ന് പറയും. എന്താണ് സഹോദരങ്ങളുടെ മറുപടി? ഈ ആയത്തിറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഈ ആയത്തിറങ്ങിയ പ്രബോധിത സമൂഹം എന്ന് പറയുന്നത് സ്വഹാബികളാണ്. ഈ ആയത്തിൻ്റെ താല്പര്യം ഇങ്ങനെയാണ് ആയിരുന്നെങ്കിൽ ഈ ആയത്തിറങ്ങിയതിന് പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിക്കണമായിരുന്നു. അബൂബക്കറിനും ഉമറിനും ഉസ്മാനി അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ, ബാക്കിയുള്ള സഹാബികളൊക്കെ വിളിച്ച് ഒരു ഹൽക്ക ഉണ്ടാക്കി മസ്ജിദ് നബവിയിൽ ഒരു ദിക്ർ ഹൽക്ക തുടങ്ങണമായിരുന്നു. ഹദ്ദാദ് തുടങ്ങണമായിരുന്നു മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ദിക്റുകൾ തുടങ്ങണമായിരുന്നു ഹൽക്കകളായിക്കൊണ്ട്. അങ്ങനെ തുടങ്ങിയോ? അങ്ങനെ തുടങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചിട്ടാണ് നമുക്ക് കാണിച്ചത്. മറിച്ച് അവിടുന്ന് സ്വന്തം നിലക്ക് ദിക്റുകൾ ചൊല്ലുമായിരുന്നു. അവിടുത്തെ നാവിൽ എന്നും ദിക്റുകളായിരുന്നു. സ്വഹാബികളും അങ്ങനെ തന്നെ. ദിക്ർ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ നാവിൽ ദിക്റുകൾ വേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ഇതുപോലെ ദിക്ർ ഹൽക്ക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ദിക്ർ ഹൽക്ക കാണിച്ചു തന്നിട്ടില്ല. അതാണ് സുന്നത്തു തർക്കിയ. അവിടുന്ന് ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കണം. അവിടെ കൂട്ടമായി ദിക്ർ ചൊല്ലി ഒരു ഹൽക്ക ഉണ്ടാക്കിയിട്ടില്ല, അതിനുള്ള മജ്ലിസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ ഉപേക്ഷിക്കണം. ഇനി നോക്കൂ, അല്ലാഹു തആല പറഞ്ഞ ഖുർആനിൽ ഒരു ആയത്താണ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇവിടെയും ചില മുസ്ലിയാക്കന്മാർ, ഈ അടുത്ത് ഒരു മുസ്ലിയാർ അയാളുടെ പ്രസംഗത്തിൽ പറയുകയാണ്, വലിയ വിശാലമായ സമ്മേളനം വിളിച്ചിട്ട് സാധുക്കളായ ആളുകളെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഉദ്ഊ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ വാവ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖാത്തബീങ്ങൾ ജം ആണെങ്കിലാണ്. അല്ലെ, കേൾക്കുന്ന ആളുകൾ ഉദ്ഊ, നിങ്ങൾ ദുആ ചെയ്യുക. അല്ല, ഒരാളോടാണെങ്കിൽ ഉദ്ഊനി എന്ന് പറയണമായിരുന്നു. നിങ്ങൾ ഒരാൾ ദുആ ചെയ്യാനാണെങ്കിൽ ഉദ്ഊനി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ദുആ സമ്മേളനം നടത്താനുള്ള തെളിവാണ്. ഈ വഹാബികൾ ദുആ ചെയ്യണം, അള്ളാഹിനോട് ദുആ ചെയ്യണം എന്നൊക്കെ ആവർത്തിച്ച് പറയാമെന്നല്ലാതെ അവരിൽ ഒരാളും എന്ത് ചെയ്യില്ല, ഈ പോലെ ദുആ സമ്മേളനം നടത്താനുള്ള തൗഫീഖ് അവർക്കില്ല. കാരണം നമ്മളാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഡ്രസ്സും കൂടി അതിലൂടെ അയാൾ നേടിയെടുക്കുകയാണ് ഈ ഒരു ബിദ്അത്ത് പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങൾ, ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയിട്ടുള്ളത്? അള്ളാഹിൻ്റെ റസൂലല്ലേ, സ്വഹാബികളല്ലേ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ
അവിടെ കൂടെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓതിയാൽ ആരാണ് ഇത് കേൾക്കുന്നത്? സ്വഹാബികളാണ് ഇത് കേൾക്കുന്നത്, അവരാണ് ഇത് ഓതുന്നത്. അവരാരും ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള ദുആ സമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ? അല്ല, ദുആ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു പറമ്പിൽ കൂടിയിരുന്നിട്ട് ദുആ ചെയ്യാനൊരു സമ്മേളനം, അതിനുവേണ്ടി കാശ് പിരിക്കുക. അല്ല, കാശ് പിരിക്കൽ ചിലപ്പോൾ അന്നുണ്ടാവില്ല, ഇന്നത്തെ ചൂഷകന്മാർ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അവിടുത്തെ ഖുത്ബകളിൽ ദുആ ചെയ്തിട്ടുണ്ട്, കൂട്ടമായിട്ട് തന്നെ. അങ്ങനെയുള്ള സംസാരങ്ങൾക്കൊടുവിൽ ദുആ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേകമായി ദുആ സമ്മേളനങ്ങളും മജ്ലിസുകളും നടത്തി അങ്ങനൊരു ഇബാദത്ത് ഉണ്ടാക്കുക അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അസുന്നത്തു തർക്കിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആമായി വരുന്ന നസ്സുകളെ ഖാസാക്കാൻ അത് ഖായിദയാണ്, അതിൻ്റെ അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക. മുജ്മലായി മൊത്തത്തിൽ പറയുന്ന കാര്യത്തിനെ അതിനെ തഖീദ് ചെയ്യാൻ ഈ കാര്യം കൊണ്ട് അസുന്നത്തു തർക്കിയ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം സഹോദരങ്ങൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ള രഹസ്യ ജീവിതത്തിലുള്ള ഇബാദത്തുകൾ എന്തൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടി 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് അവിടുത്തെ ഭാര്യമാരോട് അന്വേഷിക്കുകയാണ്. അവരുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചും ദിക്റുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ ആളുകൾക്ക് അത് ഒരുപാടുള്ളതായി തോന്നിയില്ല, കുറച്ചാണ് തോന്നിയത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ചെയ്യുന്നില്ലല്ലോ. ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തത് കൊണ്ട് അദ്ദേഹം അത്ര ചെയ്യുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്താൽ പോരാ. അവരുടെ യുക്തിയാണ്, അവരുടെ ചിന്തയാണ്. ഹദീസിലുള്ളത് പോരാ, നമ്മളൊന്ന് കുറച്ച് കൂട്ടണം. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി നിസ്കരിക്കും, പൂർണ്ണമായിട്ട് ഉറങ്ങുകയേ ഇല്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ പകൽ മുഴുവൻ നോൻപെടുക്കും, ഒരു ദിവസവും നോമ്പ് ഒഴിവാക്കുകയില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് ഇബാദത്തിൽ മുഴുകുന്നതിന് വേണ്ടി ഞാൻ കല്യാണം കൂടി കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവരറിയുന്ന സമയത്ത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യം, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, രാത്രി ഉറങ്ങാറുണ്ട്. അഥവാ പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ച നസ്സുകളെ അവിടുത്തെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കണം. അവിടുന്ന് രാത്രി മുഴുവനും നിസ്കരിച്ചിട്ടല്ല, മറിച്ച് നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. രാവ് മുഴുവൻ ഇബാദത്താക്കി മാറ്റിയിട്ടില്ല, അല്ലെ? റമദാൻ്റെ അവസാനത്തെ 10 പോലെ അല്ലാതെ അവിടുന്ന് വർഷം മുഴുവനും രാത്രി ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ചെയ്തിട്ടില്ല. ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ളത് അവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് ഉപേക്ഷിച്ചതുപോലെ നമ്മൾ ഉപേക്ഷിക്കണം. അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു, പക്ഷെ വർഷം മുഴുവൻ അവിടുന്ന് സുന്നത്ത് നോമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചതുപോലെ നമ്മളത് ഉപേക്ഷിക്കണം, അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യണം. അവിടുന്ന് ഇബാദത്തിൽ മുഴുകുകയും ഭൗതിക വിരക്തിയിൽ അങ്ങേയറ്റം കഴിയുകയും ചെയ്യുന്ന പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ഇബാദത്തെന്നോണം കല്യാണം കഴിക്കുന്നത് ഉപേക്ഷിച്ചിട്ടില്ല, റഹ്ബാനിയത്ത് സ്വീകരിച്ചിട്ടില്ല. കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത് സ്വീകരിച്ചിട്ടില്ല, അത് ഉപേക്ഷിച്ചു. കല്യാണം കഴിച്ചു. ഒരാൾ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ബിദ്അത്തായി തീരും. അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, സുന്നത്തു തർക്കിയ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ധാരാളം സംശയങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഖായിദ നമുക്ക് മുതൽക്കൂട്ടാകുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ബിദ്അത്തുകളെ നമുക്ക് മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ കാര്യം ഫഹ്മു സലഫാണ്. സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നാണ്. ഒരു കാര്യം ഇങ്ങനെ മുജ്മലായിട്ട് വരികയാണ്, മൊത്തത്തിലൊരു ഹദീസ് വരികയാണ്. അപ്പോൾ ഇങ്ങനെ യുക്തിവാദം പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ല, അത് വിശ്വസിക്കേണ്ടത് സ്വഹാബികൾ വിശ്വസിച്ചതുപോലെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് സ്വഹാബികൾ ചെയ്തതുപോലെ അവരുടെ മാർഗം പിൻപറ്റിയിട്ടാണ്. അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്താണ് സ്വഹാബികളെ പിൻപറ്റേണ്ടതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, അവരെ പുകഴ്ത്തി പറഞ്ഞു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകളിലാണ് സ്വഹാബികളെ പിൻപറ്റേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഏതാനും ചിലത് നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. മുശ്രിക്കുകളോടെന്ന് പറഞ്ഞ കാര്യമാണ്. ഫൈൻ ആമനു, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ഉത്ബോധനമാണിത്. അവർക്ക് ഹിദായത്തിലാകണമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം അവർക്കുണ്ടായിരിക്കണം. അതല്ലാത്ത വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിലാകാൻ സാധിക്കുകയില്ല, അവർ ദലാലത്തിലായിത്തീരും. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂൽ, ആരാണ് അള്ളാഹിൻ്റെ റസൂലിനോട് എതിരായത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായി
വ്യക്തമാക്കി നൽകിയതിന് ശേഷം ആരല്ലാഹുവിൻ്റെ റസൂലിനോട് എതിരാകുന്നു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനെതിരാകുക തന്നെ മതിയായതാണല്ലോ ഒരാൾ ദലാലത്തിലേതാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം പറഞ്ഞു വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുക എന്നുള്ളത്. ആരാണ് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഭൂമുഖത്ത് മുഅ്മിനീങ്ങളായിട്ടുള്ളത്? സ്വഹാബത്താണ്. സ്വഹാബത്തികളുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന ആയത്താണിതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികളുടെ മാർഗത്തിനെതിരാകുക എന്നുള്ളത് പാടില്ലാത്തതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ടോ നുവല്ലി മാ തവല്ല, സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കാത്തവരെ അല്ലാഹു തആല തിരിഞ്ഞെടുത്ത് തന്നെ തിരിക്കുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കാത്തവർ അവർ നരകത്തിൽ കത്തിയിരുന്നതാണ്. വസാഅത് മസീറ, സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കാത്ത ആളുകൾക്ക് എത്ര മോശം സങ്കേതമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനോട് എതിരാവുക, സ്വഹാബത്തിൻ്റെ മാർഗത്തിനോട് എതിരാവുക എന്നുള്ളത് പാടില്ലാത്ത ദലാലത്തിൻ്റെ വഴിയാണ്. സഹാബത്തിൻ്റെ മാർഗം, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ദീനിൻ്റെ നസ്സുകളെ മനസ്സിലാക്കണം, ഖുർആനിനെ മനസ്സിലാക്കണം, ഹദീസുകളെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ചിന്തകൾക്കല്ല, നമ്മുടെ സ്വാതന്ത്ര്യമല്ല ഖുർആൻ എങ്ങനെയെങ്കിലുമൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ആശയം പറയുക എന്നുള്ളതല്ല. അവർ നമുക്ക് കൃത്യമായി സഹോദരങ്ങളെ പറഞ്ഞു തരും. ഞാൻ നേരത്തെ കേട്ട ഹദീസിൽ പറഞ്ഞൊരു പരാമർശം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകൾ വരുന്ന സമയത്ത്, വ്യത്യസ്ത കക്ഷികളാകുന്ന സമയത്ത് അവിടുന്ന് രക്ഷാമാർഗമായി പറഞ്ഞിട്ടുള്ളത് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി. 73 കക്ഷികളിൽ വിജയിച്ച കക്ഷികൾ ആരെന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യമാണ്, ഞാനും എൻ്റെ സഹാബത്തും ഏതു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗമാണ് വിജയത്തിൻ്റെ മാർഗം എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന ബിദ്അത്തുകൾ ഏതാകട്ടെ അത് വരുന്ന സമയത്ത് അതിനെ പൊളിച്ചു കളയാൻ, നിഷ്പ്രയാസം പൊളിച്ചു കളയാൻ നമുക്കുള്ള മാർഗമാണ്. ഈ പറയുന്ന ആയത്തിനെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരത് ചെയ്തിട്ടുണ്ടോ? കാരണം അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസ് എന്നാണ്, ജനങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ആളുകളെന്നാണ്. അവരിലില്ലാത്ത ഖൈറ് ശേഷക്കാർക്കില്ല. സഹാബികളിൽ ഏറ്റവും ഒരു ചെറിയ സഹാബിക്ക് താബിഈനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. അത്രയും ശ്രേഷ്ഠത ഉള്ളവരാണ് സഹാബികൾ. പിന്നെയാണ് പിൽക്കാലത്ത് 300-ന് ശേഷം 700-ന് ശേഷമൊക്കെയുള്ള ആളുകൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. സഹോദരങ്ങൾ, ഏത് കാര്യങ്ങളും സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എടുക്കേണ്ടതില്ല. ഇബാദത്തുകളുടെ കാര്യത്തിൽ അത് സ്വീകരിക്കേണ്ടതില്ല. ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തെളിവാണ് വേണ്ടത്. അത് കൃത്യമായി ചോദിക്കണം. കാരണം നമ്മൾ ഇത്ര കൃത്യമായി ഖുർആനിലും സുന്നത്തിലും ഉണ്ടായാലേ ചെയ്യാൻ പാടുള്ളൂ, സഹാബികൾ ചെയ്താലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചില മുസ്ലിയാക്കന്മാർ കള്ള കിതാബ് തന്നെ എഴുതി. എന്നിട്ട് പറഞ്ഞാൽ മൗലൂദ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മൗലൂദിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സദഖ കൊടുത്തിട്ടുണ്ട് മൗലൂദ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ വാറോലകൾ ഉണ്ടാക്കി ഹദീസുകൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതേ ആളുകൾ തന്നെ ഹിജ്റ 300-ന് ശേഷമാണ് മൗലിദ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് വൈരുദ്ധ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 ഖായിദകൾ കൃത്യമായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തുകൊണ്ടത് നിഷിദ്ധമായി, അതുപോലെ നബിദിനത്തിന് തെളിവായിക്കൊണ്ട് പലരും പറയുന്ന ഓരോ തെളിവുകളുടെയും നിജസ്ഥിതി എന്താണ് എന്നുള്ളത് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം സാലിഹായൊരു കർമ്മമായി നിശ്ചയിക്കുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.